ദാ താലി ചാർത്തിക്കോളൂ. One minute. സോറി ഫോർ ദി ഇൻട്രപ്ഷൻ മാഡം. ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടി. സെർച്ച് ചെയ്യണം. സെർച്ചോ? അതെ സർ, ഈ വീട്ടിനകത്ത് ആരോ ബോംബ് വെച്ചിട്ടുണ്ടെന്ന ഇൻഫർമേഷൻ. ബോംബോ? ഈ വീട്ടില് ബോംബ് വെച്ചിരിക്കുന്നോ? എന്റെ ഈശ്വരാ! ഞാൻ ബോംബ് വെച്ച കാര്യം പോലീസ് എങ്ങനെ അറിഞ്ഞു? നോ, ഇത് ഞാൻ വിശ്വസിക്കില്ല. ഈ കല്യാണം മുടക്കാൻ ആ പ്രിയങ്ക കളിക്കുന്ന കളിയായത്. അഖില വേണ്ട. ചിലപ്പോൾ ഈ ഇൻഫർമേഷൻ കറക്റ്റ് ആണെങ്കിലും. യു ക്യാൻ ക്യാരി ഓൺ. സർ, നിങ്ങൾ എൻ്റെ കൂടെ വരും. നിങ്ങൾ അങ്ങോട്ട് പോയി നോക്കും. എല്ലാവരും ഒന്ന് ഇരിക്കണം. ഇവിടെ ഒരു പ്രശ്നമില്ല, പ്ലീസ്. ബ്രോ, സംഗതി ബോംബ് കഥ മനസ്സിലായി. പക്ഷെ വർക്കൗട്ടോ? ആനന്ദൻ, ഇവരിപ്പോ സെർച്ച് പൂർത്തിയാക്കിയിട്ട് ബോംബില്ലെന്ന് പറഞ്ഞിട്ട് പോവും. ആ സമയം കൊണ്ട് പെണ്ണ് മാറാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പോഴും നീ കേട്ടേണ്ടത് ആ ഗംഗയെ തന്നെയല്ലേ? എന്നാൽ അതല്ല ഇതിലെ ട്വിസ്റ്റ്.
ബോംബ് സ്ക്വാഡിന്റെയും പോലീസിന്റെയും സെർച്ച് കഴിയുമ്പോൾ കല്യാണ മുഹൂർത്തം കഴിയും. ഗുരുജി കുറിച്ച മുഹൂർത്തം തെറ്റിച്ച് താലി കെട്ടാൻ അമ്മ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ തന്നെ ഈ താലികെട്ട് മുടക്കും. യു സെർച്ച് ദർ. ഓ ഇതാ ഇൻസ്റ്റന്റ് തല തന്നെ. മച്ചു, ഇതാണ് ഐഡിയ. ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി, നിനക്ക് വേണമെങ്കിൽ ഇനി ഒരു 10-25 കമ്പനിയോടുകൂടി നടത്തിക്കൊണ്ടു പോകാൻ പറ്റും. ഈശ്വര, ഈ കല്യാണത്തിനിടയ്ക്ക് ആരാ ഈ കൊലച്ചതി ചെയ്തതെന്ന് അറിയാൻ വയ്യല്ലോ. Hey, come on. ഡീആക്ടിവേറ്റ് ചെയ്യാതെ ആരോടും അകത്തേക്ക് കയറി വരരുതെന്ന് പറയും. യെസ് സാർ. മാഡം, കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റാണ്. ഒരു ഗിഫ്റ്റ് പാക്കറ്റിനകത്ത് ബോംബ് ഉണ്ടായിരുന്നു. സ്ക്വാഡ് അത് ഡീആക്ടിവേറ്റ് ചെയ്യുകയാണ്. എന്റെ അമ്മയെ അതെങ്ങാനും പൊട്ടിയാ തീർന്നു. എന്തോ ഇതൊക്കെ അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വെറുതെ വിളിച്ചറിയിച്ചതാ. ഇതിപ്പോ ബോംബ് എങ്ങനെ വന്നെന്നാ മനസ്സിലാവാത്തത്. എന്തോ പ്രശ്നമുണ്ട്. സർ, ഓക്കെ, come on. മാഡം, സഹകരിച്ചതിന് നന്ദി. നടന്നുകൊണ്ടിരുന്ന ചടങ്ങ് നടക്കട്ടെ. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ഇങ്ങനെയൊരു ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ DYSP ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം വരുന്നതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. നടക്ക്. തിരുമേനി, ചടങ്ങ് തുടങ്ങിക്കോ. ആനന്ദ്, ചെല്ലേ.
തിരുമേനി ഒരു മിനിറ്റ്. ഇവൻ ഇതെന്താ കാണിക്കുന്നേ? തിരുമേനി ഇപ്പൊ സമയം ഒന്ന് നോക്കിക്കേ. സമയം നോക്കാനോ? നിനക്കിത് എന്തു പറ്റി? പറയാം. തിരുമേനി ഇപ്പൊ സമയം 11:35. ഇന്ന് 11:30 വരെ മുഹൂർത്തമുള്ളൂ. നീ ആവശ്യമില്ലാത്തടത്ത് കയറി സംസാരിക്കാൻ നിൽക്കരുത്. മുഹൂർത്തം കഴിഞ്ഞു പോലും. തിരുമേനി ആ താലി എടുത്തു കൊടുത്തേ. ആനന്ദേ, വേഗം ആ താലി വാങ്ങി ഗംഗയുടെ കഴുത്തി കെട്ട്. ആനന്ദ്, താലി വാങ്ങിക്കേ. ആനന്ദ്, താലി വാങ്ങി ഗംഗയുടെ കഴുത്തി കെട്ട്. കെട്ടാൻ പറഞ്ഞില്ലേ? ചേച്ചി, ദേ സമയം പോകുന്നു. താലി കെട്ടാൻ പറയേ. ചേച്ചി പറഞ്ഞാലേ ആനന്ദ് കെട്ടു. ആനന്ദ്, നീ താലി കെട്ടണ്ട. ചേച്ചി, എന്തൊക്കെയാ ചേച്ചി ഇത്? മുഹൂർത്തം ചെറുതായിട്ടൊന്ന് തെറ്റിയെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ചേച്ചി ആനന്ദിനോട് താലി കെട്ടാൻ പറയാ. എങ്ങനെയെങ്കിലും കല്യാണം നടന്നാ പോരാ, അവരുടെ ജീവിതവും നന്നായിരിക്കണം. അതിനാ നല്ല മുഹൂർത്തം നോക്കി താലി കെട്ടുന്നത്. എന്നിതിവിടെ മുഹൂർത്തം തെറ്റി മുടങ്ങാൻ കാരണം അവളാ, ആ പ്രിയങ്ക. ഇത്ര നാളും അവളോട് ക്ഷമിച്ച് വെറുതെ വിട്ടതാ ഞാൻ ചെയ്ത തെറ്റ്. ഇനി ഞാൻ അവൾക്ക് മാപ്പ് കൊടുക്കില്ല. അവൾ ഈ ഭൂലോകത്ത് എവിടെയുണ്ടെങ്കിലും കണ്ടെത്തി നശിപ്പിക്കും ഞാൻ. ഹലോ ആന്റി.
പ്രിയങ്ക. എന്നെ തേടി ആരും ഈ ഭൂലോകം മുഴുവനും വെറുതെ ചുറ്റിക്കറങ്ങണമെന്നില്ല. ഞാൻ ദേ ഒരു കൺദൂരത്തുണ്ട്. ഒന്ന് തള്ളുന്നു പറയുന്നത് കേട്ടല്ലോ. കാണട്ടെ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ വീര്യം. നിൽക്ക്. അതിസാമർഥ്യം ആപത്താ. ഇനി ഒരടി മുന്നോട്ട് വെച്ചാ പൊട്ടിത്തെറിക്കും നിന്റെ ഈ പിതാവിന്റെ തലച്ചോറ്. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി പൊട്ടും പൂവും ഒക്കെ മാറ്റിവെച്ച് വെള്ള സാരി ഉടുത്ത വിധവയായി മൂലക്കിരിക്കുന്നത് കാണേണ്ടി വരും നിനക്ക്. നോ. തോക്ക് താഴെയിടാൻ. ഏയ്, അടുത്തേക്ക് വരരുത്. കൊന്ന് തള്ളു ഞാൻ. നിങ്ങൾക്ക് എന്താ അറിയാനുള്ളത്? ആരാ ബോംബ് വെച്ചെന്നല്ലേ? ബോംബ് വെച്ചത് ഞാൻ തന്നെയാ. അത് ഈ കല്യാണം മുടക്കാൻ വേണ്ടി മാത്രമല്ല, ഈ തൃച്ചംബരം വംശത്തെ ഒന്നടങ്കം ഇല്ലാതാക്കാൻ. കൊള്ളാം. ഞാൻ രഹസ്യമായി വെച്ച ആ ബോംബ് കണ്ടെത്തി കൂട്ടമരണം ഒഴിവാക്കി. പക്ഷേ താലി കെട്ടിയ പുരുഷനെ രക്ഷപ്പെടുത്താമെങ്കിൽ രക്ഷപ്പെടുത്ത്. പ്രിയങ്കയ്ക്ക് ഇത് മത്സരമല്ല, യുദ്ധമാണ്. മുറിവേറ്റവൾ നടത്തുന്ന യുദ്ധം. തൃച്ചംബരത്തെ പെൺസിംഹത്തിന്റെ ശൗര്യവും വീറും നഷ്ടമാവണമെങ്കിൽ ആ മനസ്സ് തളരണം. അതിന് ഏകമാർഗം തന്റെ ദൗർബല്യമായ ഭർത്താവ് നഷ്ടപ്പെടണം. അതെ, ആ നെറുകയിലെ കുങ്കുമം മായണം. അങ്ങനെ അങ്ങ് പോയാലോ? അമ്മയ്ക്ക് പറയാനുള്ളതോടി കേട്ടിട്ട് പോ. നീ എന്തു വിചാരിച്ചു തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയെ പറ്റി? ഈ എന്നെയോ എന്റെ ഭർത്താവിനെയോ മക്കളെയോ കൊന്ന് നിനക്ക് വിജയിക്കാന്നോ? നിന്റെ തോക്കിൽ തറച്ച ബുള്ളറ്റ് ആ നെറുകയിലേക്ക് തുളച്ചു കയറാൻ അധിക സമയമൊന്നും വേണ്ട. നിന്റെ വിഷം കലർന്ന രക്തം
മംഗളകാര്യത്തിനൊരുങ്ങിയ ഈ മണ്ണിൽ വീഴണ്ടാന്ന് വെച്ചാ ഇപ്പൊ നിന്നെ ജീവനോടെ വിടുന്നത്. കൊണ്ടുപോയവളെ. വിട്. പോലീസ് മുറകളൊന്നും പ്രിയങ്കയോട് വേണ്ട. ഞാൻ വരും. വിട്. ഇജാതി യൂണിഫോം ഇട്ടതിനെ ഒത്തിരി തീറ്റിപ്പോറ്റുന്നതാ ഞാൻ. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ശേഷിച്ച കാലം അത്രയും ജയിലിലായിരിക്കും എന്നൊന്നും കനവൊന്നും കണ്ടേക്കരുത്. ഇതൊന്നും നാഗമടുത്ത പ്രിയങ്കയ്ക്ക് ഒരു പുതുമയുമല്ല. ആനന്ദും ഗംഗയും തമ്മിലുള്ള കല്യാണം മുടക്കിയിട്ടാ ഞാൻ പോകുന്നത്. അതായത് വെല്ലുവിളി ജയിച്ച വീര്യത്തോടെ. ഇവിടെ തോറ്റത് അഖിലാണ്ടേശ്വരിയാ, ഞാനല്ല. ഇവക്കിതെന്തു പറ്റി? ഗംഗയുടെ കല്യാണം മുടങ്ങിയതിൽ സന്തോഷാണെന്നോ? ഞാൻ തൃച്ചംബരത്തെ മൂത്ത മരുമകളാകണമെന്ന് പറഞ്ഞിരുന്ന പ്രിയങ്ക ഇപ്പൊ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? എന്റെ ആനന്ദിന്റെയും കല്യാണം ബോധപൂർവം മുടക്കിയതാണെന്നോ? വാ പോവാം. നിക്കടി അവിടെ. അവളെ കൊണ്ടുപോകാൻ വരട്ടെ.